dears, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പൊ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടൈനി ചാമ്പേഴ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് എപ്പോഴും പഠിക്കേണ്ടതും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ടോപ്പിക് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് മക്കളെ നമ്മുടെ ചുറ്റും നോക്കി ഇഷ്ടം പോലെ കുഞ്ഞതായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് അല്ലെ. വലിയ ജീവികളുണ്ട്, ചെറിയ ജീവികളുണ്ട്. വലിയത് ചോദിച്ചങ്ങളിൽ ചിലപ്പോൾ ആന പറയായിരിക്കും, ചെറിയ ചോദിച്ചങ്ങളിൽ ചിലപ്പോൾ ഉറുമ്പ് പറയായിരിക്കും അല്ലെ. അപ്പൊ പൂച്ചയുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്, അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ പലതരത്തിലുള്ള ജീവികളുണ്ട്. അങ്ങനെയാണെങ്കിലേ ഈ ജീവികള് ഒരുപാട് ജീവികൾ മിസ്സോട് വെച്ചിട്ടുണ്ട് അല്ലെ. എലഫന്റ് ഉണ്ട്, ജിറാഫ് ഉണ്ട്, കൗ ഉണ്ട്, ഗോട്ട് ഉണ്ട്, പിഗ് ഉണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ, ഒന്നും രണ്ടോ എന്നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ചെറുത്. അതിനകത്ത് ഏറ്റവും ചെറുത് ഏതാ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയും മിസ്സേ ഉറുമ്പാണ് എന്ന് പറയും അല്ലെ. അപ്പൊ ഉറുമ്പിലും ചെറിയതായിട്ടുള്ള ജീവികൾ ഉണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതിന്റെ പേരാണ് ഇപ്പൊ നമ്മൾ പറയും ബാക്ടീരിയ, അമീബ, വൈറസ്, ഫംഗസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ. എന്തിന് ഇപ്പൊ അസുഖങ്ങളുടെ കാലല്ലടാ, വൈറസ് പരത്തുന്ന രോഗങ്ങള് അല്ലെ, ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങള്, ഇപ്പൊ അമീബിക് ജ്വരം എന്തൊക്കെയാ അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്, മസ്തിഷ്ക ജ്വരം എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫില് അസുഖങ്ങളുടെ ഒരു കൂടാരമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതാണെങ്കിൽ പെട്ടെന്ന് പകരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പകരുന്നതും. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കാണ്, ഈ പറയുന്ന അമീബ, അതേപോലെ യൂഗ്ലീന അല്ലെങ്കിൽ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞത് ഏതിലാണ് പെടാൻ നിങ്ങൾക്കറിയോ? അതിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്ന് പറയും. ആ കാറ്റഗറിയിലാണ് ഇവർ വരിക. അപ്പൊ എന്താണ് ഏകകോശ ജീവികൾ? ഏകൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ഒറ്റയ്ക്ക് എന്നാണ്. അപ്പൊ നമ്മള് നീ എന്താ ഏകനായിട്ടിരിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് മലയാളത്തിൽ. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ എന്താ ഒറ്റയ്ക്ക് ലോൺലി ആയിട്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന എന്നാ ചോദിക്കാം. അപ്പൊ അതേപോലെ ഒറ്റക്കോശം മാത്രമുള്ള അല്ലെ, ദിയർ ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെൽ ആണെങ്കിൽ അതിനെയാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കോശം മാത്രമുള്ള ജീവി, ഒറ്റൊരു കോശയേ ഉള്ളൂ, പക്ഷെ അതിൽ മൂപ്പർ എന്താണ് ഹാപ്പിയാണ്. അങ്ങനെയുള്ള ആളുകളാണ് അമീബ, ബാക്ടീരിയ, അതേപോലെ തന്നെ പാരമീസിയം, ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏകകോശ ജീവി. ഏകം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേസ് ഒന്ന് ഒരു കോശമേ ഉള്ളൂ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ എല്ലാവരുടെയും ബോഡി ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ് അല്ലെ, സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചാണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞ പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി ഒക്കെ എന്താണ് ഒരുപാട് കോശം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. പക്ഷെ ഇവരുടെ കേസ് പറയുമ്പോൾ അവർക്ക് ആകെയുള്ളത് ഒരു കോശമാണ്, അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ ദാ അമീബയുടെ പിക്ചറും പാരമീസിയം, യൂഗ്ലീനയുടെ പിക്ചറും ഒക്കെ നിങ്ങൾ പഠിക്കണം. കാര്യം എന്താ വെച്ചാൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ പിക്ചർ വരയ്ക്കാൻ വേണ്ടിയും ചോദിക്കും, അതുപോലെ ഏതിലാണ് പെടുന്നത് എന്നും ചോദിക്കും. സോ അതുകൊണ്ട് അമീബ വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കുടുകുടുണ്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റിയ ഒരാളാണ് അമീബ. ഷേപ്പ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഏത് വരച്ചാലും ടീച്ചറിന് ഒന്നും പറയാൻ പറ്റില്ല, അമീബ അല്ല അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചോ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചോ, എങ്ങനെ വരച്ചാലും അമീബ എന്ന് പറയുന്ന ആൾക്ക് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സെറ്റാണ്. അടുത്തത് പാരമീസിയം ആണ്. പിന്നെ യൂഗ്ലീന, കണ്ടോ ഒരു കുറച്ച് നീളമുള്ള വാലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂഗ്ലീനയാണ് കേട്ടോ. അപ്പൊ ഇത് പിക്ചർ നിങ്ങൾ നോക്കി വെക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കും. അപ്പൊ ഒരു കോശം മാത്രമുള്ള ജീവിനെ ഏകകോശ ജീവി പറയും. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് അവയെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് വി കനോട്ട് സീ എന്ന് പറയാനുള്ള റീസൺ എന്താ ചോദിച്ചാൽ അതിനകത്ത് ഒറ്റ ആളുള്ളടാ, ഇത്രയും കുഞ്ഞിനായിട്ടുള്ള ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ബോഡിക്ക് കോടിക്കണക്കിന് കോശങ്ങൾ വേണ്ടേ, ഇവർക്കാണെങ്കിൽ ഒറ്റ കോശം മതി. പിന്നെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? അത്രയും ചെറുതായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നത്. ഇനി നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലും ആനിമൽസിന്റെ കേസിലൊക്കെ വരുമ്പോഴോ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടംപോലെ കോശങ്ങളുണ്ട് അല്ലെ, 1, 2, 3 എന്നല്ല, ലോട്ട് ഓഫ് സെൽസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോശങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലാ പെടാ? ഏകകോശ ജീവി എന്തായാലും അല്ല, നമുക്ക് ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്. അപ്പൊ നമ്മളെ പറയുന്നതാണ് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അപ്പൊ നോക്ക്, നാടവിര, കൊളയട്ട, പാറ്റിന് ഇഷ്ടമാണോ നിങ്ങൾക്ക്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സാധനമാണ്. ഇങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. തവളേനെ എനിക്ക് ഇഷ്ടമല്ല, കാരണം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. നിങ്ങൾ അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ ധൈര്യശാലികളായ മക്കളായിരിക്കും. എനിവേ നക്ഷത്ര മത്സ്യം, തവള, ആന, അങ്ങനെ കുറേ എണ്ണം മിസ്റ്റർ വെച്ചിട്ടുണ്ട് അല്ലേ. ഇവരെയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റാ, ഇവരൊക്കെ ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സോ ദേ ആർ നോൺ ആസ് ബഹുകോശ ജീവി അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ദർ ഓർഗാനിസം വിത്ത് മോർ ദാൻ വൺ സെൽ ഉണ്ടെങ്കിൽ, ഒന്നിലധികം കോശങ്ങൾ ആ ജീവിക്കകത്തുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്
മൾട്ടി സെല്ലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശജീവി. ബഹു എന്ന് പറയുമ്പോൾ ഒരുപാട് എന്ന് ആലോചിക്കാം കേട്ടോ. ഒരുപാട് കോശങ്ങൾ ഉണ്ടെങ്കിൽ ബഹുത്ത് പ്യാർ ഹേ എന്നൊക്കെ ഹിന്ദിയിൽ പഠിച്ചില്ലേ, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന പോലെ ബഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കോശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാലോചിക്കാം. ഏത് നിങ്ങൾക്ക് എഴുതി വെക്കാം, മൃഗങ്ങൾ ഏത് എഴുതി വെക്കാം, അതേപോലെ സസ്യങ്ങൾ ഏത് എഴുതി വെക്കാം, ഏത് എഴുതി വെച്ചാലും സെറ്റാണ്. സോ ആൻ ഓർഗാനിസം ഹൂസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ, അതിനാണ് മൾട്ടി സെല്ലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ധാരാളം കോശങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരെ നമുക്ക് നീക്കഡ് ആയിക്കൊണ്ട് കാണാൻ വേണ്ടി കഴിയും. നമ്മളെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേടാ, നമ്മുടെ എന്താ പറയാ ആനേനെ കാണാൻ പറ്റുന്നില്ലേ, പൂച്ചനെ കാണാൻ പറ്റുന്നില്ലേ, പട്ടിക്കുട്ടിയെ കാണാൻ പറ്റുന്നില്ലേ, ഈ പറഞ്ഞ നാടവരേനെ കാണാൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഒരുപാട് കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്. അവർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ്. എന്റെ മക്കള് പഠിച്ചോ, ഓർഗാനിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഏകകോശ ജീവി, ബഹുകോശ ജീവി. അതെന്താണെന്ന് ആലോചിക്കുക. ഏകം പറയുമ്പോൾ നിങ്ങൾ അപ്പം ആലോചിക്കണം, മനസ്സിൽ എന്തെങ്കിലും ഇടപെട്ടണം, ഒന്നാന്ന് ആലോചിച്ച് വെക്കണം. ബഹും പറയുമ്പോൾ ഒരുപാട് ഒന്നിലധികം ആലോചിച്ച് വെക്കണം. അതിനുള്ള എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. സോ അടിപൊളിയായിട്ടിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സീഡിയസ് ബൈ.